30 തിങ്കളാഴ്ചയാണ്. എല്ലാവർക്കും പരിശുദ്ധ കൃപാസന ആൾത്താർ ജീവനോടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്രിയമുള്ളവരെ, ഇന്ന് ഡിസംബർ 30 തിങ്കളാഴ്ചയാണ്. എല്ലാവർക്കും പരിശുദ്ധ കൃപാസന ആൾത്താർ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥതയുടെ സ്നേഹവന്ദനം. നമുക്ക് പ്രത്യക്ഷ പ്രാർത്ഥനയിലേക്ക് പോകാം. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, ദൈവമാതാവേ, അങ്ങ് കൃപാസനത്തിൽ പ്രത്യക്ഷപ്പെട്ട് വരാൻ പോകുന്ന മഹാദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെടാനും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുവാനും ആവശ്യപ്പെട്ടിട്ട് 20 വർഷം തികയുന്ന ഈ വേളയിൽ കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഈ ദേശത്തിനും അങ്ങ് മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധ ജപമാല മാതാവേ, സകല കൃപാസന പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം. എന്റെ പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ പ്രാർത്ഥന ആവശ്യം പറയുക. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ ദ്വാദശക വേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നമുക്ക് പ്രാർത്ഥനയിലേക്ക് പോകാം. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, സഭയിലുള്ള നിന്റെ സാന്നിധ്യം പ്രകടമാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, 39 വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയാൽ കൃപാസന ആൾത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥതരെ യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഇന്നത്തെ ദിവസത്തെ മുഴുവനും അങ്ങേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന മക്കൾക്ക് ഈ പ്രാർത്ഥനയുടെ അനുഗ്രഹങ്ങൾ അവകാശവും ഓഹരിയുമാകാൻ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ ഞങ്ങൾക്ക് ആവശ്യിക്കട്ടെ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ കർത്താവിൻ്റെ തിരുരത്വം നിങ്ങളെ തളിക്കപ്പെടട്ടെ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ നിങ്ങളുടെ വഴികളിലും വീടുകളിലും നിങ്ങളുടെ സഞ്ചാര പഥങ്ങളിലെ ദൈവത്തിൻ്റെ ദൂതന്മാർ, ഞാൻ എൻ്റെ ദൂതനെ നിനക്ക് മുമ്പേ അയക്കുമെന്ന് പറഞ്ഞ കർത്താവിൻ്റെ വാഗ്ദാനം
അതിൽ വിശ്വസിക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ദൈവത്തിൻ്റെ പ്രത്യേക സംരക്ഷണം നിങ്ങൾ എവിടെയായാലും ഇന്ന് അനുഭവിക്കാൻ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങയുടെ മക്കൾ അവരുടെ കഴിവ് കൊണ്ട് ഈ വിഷയത്തിന് ദൈവിക തീരുമാനം ഉണ്ടാവത്തില്ലല്ലോ എന്ന് ചിന്തിച്ചുകൊണ്ട് ആര് സഹായിക്കും, എങ്ങനെ സഹായിക്കുമെന്ന് സങ്കീർത്തകൻ ചോദിക്കുമ്പോൾ സങ്കീർത്തകനോട് പറയുന്ന മറുപടി ഇതാണ്: നമ്മുടെ സഹായം കർത്താവിൻ്റെ നാമത്തിൽ. ലോകത്തിലുള്ള എല്ലാ സഹായങ്ങളും നിൻ്റെ നാമത്തിലാണ് ഞങ്ങൾ വിശ്വസിക്കുന്നു. കർത്താവെ, അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്താനുള്ള അടിയങ്ങളുടെ പരിശ്രമങ്ങളെ വിജയിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അമ്മേ, പരിശുദ്ധമേ, ദേവമാതാവേ, എല്ലാ മക്കൾക്കും വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ. വിദ്യാർത്ഥികൾ, ഉദ്യോഗസ്ഥർ, തൊഴിലാളികൾ, മത്സ്യത്തൊഴിലാളികൾ, അതുപോലെ തന്നെ കാർഷിക മേഖലയിൽ പ്രവർത്തിക്കുന്ന കർഷക തൊഴിലാളികൾ, എല്ലാ മേഖലകളിലും കർത്താവെ, ബ്യൂറോക്രസി പ്രവർത്തിക്കുന്നവർ, രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്നവർ, അതുപോലെ തന്നെ അധികാരത്തിൻ്റെ ശ്രേണികളിലും പവറിലും ശക്തിയിൽ പ്രവർത്തിക്കുന്നവർ, അവരെല്ലാം നീ ഏറ്റെടുക്കണം പ്രാർത്ഥിക്കുന്ന ഈശോയെ. ഓരോ മനുഷ്യൻ്റെ ആവശ്യം എന്തു തന്നെയായാലും അത് മുഴുവനും ഏറ്റെടുക്കുകയും അത് മുഴുവനും അവരെ അനുഗ്രഹിക്കുകയും ചെയ്യുന്ന നല്ല ദൈവമേ, ഈ പ്രാർത്ഥന ആരെല്ലാം കൂടുന്നുവോ, എന്തിനെല്ലാം കൂടുന്നുവോ, ആരെല്ലാം ഇന്ന് വീടിൻ്റെ പുറത്തേക്ക് പോകുന്നുവോ, എന്തിനെല്ലാം പോകുന്നുവോ അവിടെ മേലെല്ലാം ദൈവത്തിൻ്റെ കൃപ ഇപ്പോൾ ആവശ്യിക്കട്ടെ. നിങ്ങളുടെ സംരംഭങ്ങൾ, ആലോചനകൾ, ചിന്തകൾ, സംസാരങ്ങൾ, ചർച്ചകൾ, തീരുമാനങ്ങൾ എല്ലാം യേശുക്രിസ്തുവിൻ്റെ ആത്മാവിൽ നയിക്കപ്പെടുകയും അവിടുത്തെ അഭിഷിദ്ധമായ രഥത്താൽ മുദ്രവെക്കപ്പെടുകയും ചെയ്യട്ടെ. എൻ്റെ കർത്താവ്, നിന്നെ ആശ്രയിക്കുന്ന മക്കൾക്ക് കർത്താവ് അധിക ധൈര്യം, അധിക ബലം ലഭിക്കാൻ ഇടയിൽ പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ ഉദ്യോഗസ്ഥരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ വേലയും കൂലിയുമില്ലാതെ, ജോലിയും തൊഴിലുമില്ലാതെ വിഷമിക്കുകയും സാമ്പത്തിക ബാധ്യതകളെ വിഷമിക്കുകയും ചെയ്യുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സ്ഥലം വിൽക്കാൻ പോകുന്നവർ, വാങ്ങാൻ പോകുന്നവർ, അങ്ങനെയുള്ള എല്ലാ എഗ്രിമെൻറ്റിലും കോൺട്രാക്റ്റിലും ഏർപ്പെട്ടിരിക്കുന്ന ഡേറ്റ് കഴിഞ്ഞു പോകുന്നതുകൊണ്ട് പേടിച്ച് ഉത്കണ്ഠപ്പെടുന്നവർ, കർത്താവെ, അവരെല്ലാം ആശുപത്രി കിടക്കുന്നവർ, ബൈസ്റ്റാൻഡറായി നിൽക്കുന്നവർ, അവരുടെ കൂടെ കർത്താവ് അവർക്ക് വേണ്ടി ധനം സമ്പാദിക്കുന്നതിന് വേണ്ടി ഉഴറി നടക്കുന്നവർ, എല്ലാവരും സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. ഭക്ഷണം കഴിക്കാൻ പറ്റാത്തവർ, ഭക്ഷണം കഴിക്കാനില്ലാത്തവർ, കർത്താവ് വസ്ത്രം ധരിക്കാൻ ഇല്ലാത്തവർ, കർത്താവെ, അങ്ങനെയുള്ള എല്ലാ മനുഷ്യരെയും കർത്താവ് ഈ പ്രാർത്ഥനയെ നീ പരിരംഭണം ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ കരുണ, ദൈവത്തിൻ്റെ സ്നേഹം, ദൈവത്തിൻ്റെ നീതിയേക്കാൾ വലിയ കരുണ, നിൻ്റെ യോഗ്യതയേക്കാൾ വരി കർത്താവിൻ്റെ വിശുദ്ധമായ യോഗ്യതയിൽ ആശ്രയിക്കുന്ന ദൈവത്തിൻ്റെ സ്നേഹം നിന്നെ അനുഗ്രഹിക്കുകയും നിന്നെ നിലനിർത്തുകയും ചെയ്യട്ടെ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ, ദൈവശക്തിയാൽ നീ അനുഗ്രഹിക്കപ്പെടട്ടെ. ഈ ദിനത്തിൽ നിൻ്റെ കൂടെ കർത്താവ് കൂടെ ഉണ്ടാവുകയും നിനക്ക് അനുഭവവേദ്യമാവുകയും ചെയ്യാൻ ദൈവം നിന്നെ ആശീർവദിക്കട്ടെ. ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മളിന്ന് വായിക്കുന്നത് മനുഷ്യൻ എക്കാലങ്ങളിലും സഹായം മനുഷ്യരോട് ചോദിക്കും. പിന്നെ ചില സഹായങ്ങൾ ദൈവത്തോട് മാത്രമേ ചോദിക്കാൻ പറ്റത്തുള്ളൂ. കാര്യം മനുഷ്യനെ കൊണ്ട് നടക്കത്തില്ല. അതുകൊണ്ട് ഇസ്രായേൽ അനുഭവത്തിൽ നിന്ന് പഠിച്ചതാണത്. ഇസ്രായേൽ എന്താ പഠിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, സങ്കീർത്തനം 121:1 വായിക്കാം. പർവ്വതങ്ങളിലേക്ക് ഞാൻ കണ്ണുകൾ ഉയർത്തുന്നു. എനിക്ക് സഹായം എവിടെ നിന്ന് വരും? എനിക്ക് സഹായം എവിടെ നിന്ന് വരും? എനിക്ക് സഹായം കർത്താവിൽ നിന്ന് വരുന്നു. ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിൽ നിന്ന്. ഇസ്രായേലിൻ്റെ അനുഭവം അതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ, അടിസ്ഥാനപരമായിട്ട് മനുഷ്യനെ സഹായിക്കുന്നതും എല്ലാ സഹായം മുട്ടിപ്പോകുമ്പോഴും നിലനിൽക്കുന്ന സഹായം എനിക്ക് സഹായം കർത്താവിൽ നിന്ന് വരുന്നു. ഇത് സങ്കീർത്തനം എന്ന് പറഞ്ഞാൽ ഹൈ ടെമ്പർ ഹോളി സ്പിരിറ്റ് എഴുതിയിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ സഹായം നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ, ആരും സഹായിക്കാനില്ലെന്ന് വരുമ്പോൾ എനിക്ക് സഹായം, അതായത് ചില സമയത്ത് മെത്രാനാണെന്ന് പറഞ്ഞാൽ പോലും സഹായം കിട്ടത്തില്ല. സ്വന്തം കുടുംബത്തിലുള്ളവരും കൂട്ടത്തിലുള്ളവരും തന്നെ ചിലപ്പോഴും നമുക്ക് സഹായം നിഷേധിക്കും. അത് ഒത്തിരി അനുഭവിച്ചവരാണ് ഈ യഹൂദന്മാർ. ഈ മൽപ്പാനും ഗവർണർക്കും ആ സമയത്ത് ഈ സന്ധ്യയ്ക്ക് റിജക്റ്റായി കഴിയുമ്പോൾ, അവിടുന്ന് റിജക്റ്റായി ഭക്ഷണം കിട്ടത്തില്ല, കിടക്കാൻ ഇടം കിട്ടത്തില്ല പറയുമ്പോൾ, ഒരു സാധാരണ ഒരു മനുഷ്യൻ പറങ്കി, എന്നാൽ എപ്പോഴും ഇവർ വൈരാഗ്യത്തിൽ കണ്ടിരുന്ന ഒരാളാണ് കൂട്ടാണ് പറങ്കി. ഒരു പറങ്കി അവിടെ വരും.
അച്ഛന്മാരിവിടെ പോകുന്നു, എന്തിന് പോകുന്നു എന്നൊക്കെ ചോദിക്കുമ്പോൾ കാര്യം പറയും. അപ്പോൾ പറഞ്ഞു എൻ്റെ വീട്ടിൽ ആവശ്യത്തിന് ഇടമുണ്ട്, വന്ന് താമസിക്കാൻ പറയും. അപ്പോൾ അതുകൊണ്ട് എല്ലാ അടിസ്ഥാനപരമായിട്ട് നമ്മൾ അവരെ സഹായിക്കും, ഇവർ സഹായിക്കും നമ്മൾ കരുതി, അവർ നമ്മൾ സഹായിക്കും നമ്മൾ പ്രതീക്ഷിച്ചു എന്നൊക്കെ പറഞ്ഞാലും അടിസ്ഥാനപരമായിട്ട് സഹായം കർത്താവിൽ നിന്നാണ്. അതുകൊണ്ടാണ് നമ്മളെ 2 രാജാക്കന്മാർ 6:27 2 രാജാക്കന്മാർ 6:27 വലിയ ഒരു സംഭവമുണ്ട്. ഇസ്രായേലിൽ പക്ക പട്ടിണി. അപ്പോൾ മനുഷ്യർ തമ്മിൽ തന്നെത്താൻ കുഞ്ഞുങ്ങളെ പുഴുങ്ങി തിന്നുന്ന കാലം. അപ്പം അങ്ങനെ ഒരു കാലം നമുക്ക് ഓർമ്മ പോലും ഇല്ല, പക്ഷേ ഇസ്രായേൽ അനുഭവിച്ചതാണത്. അപ്പോൾ ഒരുത്തൻ വന്ന് പറയും, രാജാവ് കോട്ടമേൽ നടക്കിയിരുന്ന് ചാക്കുടുത്തുകൊണ്ട്, രാജാവ് പോലും ചാക്കുടുക്കുകയാണ്. അപ്പോൾ താഴെ നിന്നും പറയും, കർത്താവെ സഹായിക്കണമെന്ന് പറയും രാജാവേ. അപ്പോൾ രാജാവ്, ഇസ്രായേൽ രാജാവ് കോട്ടയമേൽ താഴേക്കുള്ള മനുഷ്യനോട് പറയും, അത് 2 രാജാക്കന്മാർ 6:27 നിങ്ങൾ വായിക്കണം, കർത്താവ് സഹായിച്ചില്ലെങ്കിൽ എനിക്കെങ്ങനെ നിങ്ങളെ സഹായിക്കാൻ കഴിയും എന്ന് പറയും. പിറ്റേ ദിവസം ഒരു സംഭവം നടക്കും. ഈ പട്ടിണി മുഴുപ്പട്ടിണിയായിട്ട് ഇങ്ങനെ ജനങ്ങളെ ഇങ്ങനെ പെരുമ്പാമ്പിനെപ്പോലെ തിന്നുകൊണ്ടിരിക്കുകയാണ്. ഇസ്രായേൽ ജനം തീർന്നുകൊണ്ടിരിക്കുന്ന സമയത്ത്, നിസ്സഹായമായി നിൽക്കുന്ന സമയത്ത് രാജാവ് നിസ്സഹായനായിട്ട് ഇങ്ങനെ ഈ പടനായകൻ്റെ തോളെ ചാരി നിൽക്കുകയാണ്. അപ്പോൾ അതൊക്കെ രാജാവിൻ്റെ മനസ്സിടിഞ്ഞിട്ട്, പടനായകനാണല്ലോ പിന്നെ പട നയിക്കണത്, അയാളെ ചാരുകയാണ്. അങ്ങനെ അപ്പോൾ മനുഷ്യന്മാരെ ആശ്രയിക്കരുതെന്ന് ബൈബിൾ പറയത്തില്ലേ? രക്ഷ നൽകാൻ കഴിയാത്ത മനുഷ്യർ അഭയം തേടരുതെന്ന്. 118 സങ്കീർത്തനം 8 എന്താ പറയുന്നറിയാവോ? മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ കർത്താവിൽ അഭയം തേടുന്നത് നല്ലത്. കർത്താവിൽ അഭയം തേടുന്നത് നല്ലത്. ഇതൊക്കെ ഇസ്രായേൽ ഇപ്പം അനുഭവത്തിൽ നിന്ന് പഠിച്ചതാണ്. അതായത് ഈ 2 രാജാക്കന്മാർ 7:2 ജനം മുഴുപട്ടിണിയായി കഴിയുമ്പോൾ രാജാവ് പോലും തളർന്നു പോകും. എന്നിട്ട് രാജാവ് പടനായകൻ്റെ മേൽ ചാരി നിൽക്കുമ്പോൾ അവിടെ എലീഷ വരും. എലീഷ ഈ ദാരുണമായ കാഴ്ച കാണും. കാര്യം എന്താണ്? ഇസ്രായേലിൻ്റെ രാജാവ്, പടനായകൻ അവിടെ ദൈവത്തിൻ്റെ അധികാരത്തിൻ്റെ ആളല്ല, ദൈവത്തിൻ്റെ അഭിഷേകമുള്ള രാജാവിനാണ്. അഭിഷേകം ഉള്ളവൻ പോലും ആത്മാവ് തളർന്ന് പടനായകനെ ചാരി നിൽക്കുകയും, അപ്പം രാജാവ് പോലും തന്നെ ചാരി നിൽക്കുന്നതിൻ്റെ ഗർവിലും അഹങ്കാരത്തിലും അയാൾ നിൽക്കുകയാണ്. അതായത് നമ്മുടെ ജീവിതം താളം തളർന്നു പോയാലും ഒരിക്കലും ദൈവത്തെ അല്ലാതെ വേറെ ആരെയും ചാരരുത്. അതുകൊണ്ടാണ് 118 സങ്കീർത്തനത്തിൽ 8ാമത്തെ വാക്യം വായിക്കണത്. എന്താണ്? നിങ്ങൾ പ്രഭുക്കന്മാരിൽ ആശ്രയിക്കരുത്, രക്ഷ നൽകാൻ കഴിയാത്ത മനുഷ്യരിൽ അഭയം തേടരുതെന്ന്. ഇത് രാജാവിൻ്റെ അവസ്ഥ ഇതാണെന്ന് കണ്ടപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് എലീഷയിൽ പ്രവർത്തിച്ചിട്ട് എലീഷ പറയുന്നൊരു വാക്കുണ്ട്. എന്താണ്? കർത്താവിൻ്റെ വചനം നീ കേൾക്കണം ഇപ്പോഴേ. എന്താ കർത്താവ് അരുളി ചെയ്യുന്നു? അതായത് കർത്താവ് അരുളി ചെയ്യുന്നു, നാളെ ഒരളവ് നേരിയ മാവിന് 1 ഷെക്കൽ മാത്രം കൊടുത്താൽ കിട്ടുന്ന സമയമാണ് നാളെ. അതുപോലെ തന്നെ 2 അളവ് ഗോതമ്പിന് 1 ഷെക്കൽ കൊടുത്താൽ കിട്ടും. അപ്പോൾ എന്ന് വെച്ചാൽ ആർക്കും വാങ്ങിക്കൊണ്ട് ഭക്ഷണം കഴിക്കാൻ പറ്റും. അഭിവൃദ്ധി വരാൻ പോണെന്ന് പറയുമ്പോൾ ഈ ഗർവ് രാജാവ് ചാരി നിൽക്കണം. പടനായകൻ ചോദിക്കും, കർത്താവ് ആകാശത്തിൻ്റെ കിളിവാത് തുറന്നാലും ഇത് സംഭവിക്കുമോ എന്ന് ചോദിക്കും. അതൊരു ഒരു ആക്ഷേപം പോലെ പറയണത്. അപ്പോഴുടനെ എലീഷ പറയും, അത് സംഭവിക്കും, പക്ഷേ അത് കാണാൻ നീ ഉണ്ടാവത്തില്ലെന്ന് പറയും. എന്തൊരു വർത്തമാനമാണെന്ന് പറയാം. പിറ്റേ ദിവസം എന്ന് വെച്ചാൽ കർത്താവ് സമറിയയുടെ പാളയത്തിൽ കുതിരകളുടെ പോർക്കുതിരകളുടെ മൂളിച്ചകൾ കൊടുങ്കാറ്റ് പോലെ വിരമ്പം കേൾപ്പിക്കും. അതായത് അതോട് സമറിയയുടെ പാളയത്തുണ്ടായിരുന്ന ആൾക്കാരെല്ലാം ജീവനും കൊണ്ട് ഓടി വരുമ്പോഴായിരിക്കും ഈ പടനായകൻ ഓടി ഈ കവാടത്തിലേക്ക് ചെല്ലുകയും സമറിയയുടെ അകത്തുനിന്ന് കോട്ടയിൽ നിന്ന് അകത്ത് വരുന്ന മനുഷ്യരെല്ലാം ഇവിടെ തള്ളിമറിച്ചിട്ട് കുതിരയും 10,000 മനുഷ്യർ ഇയാൾ ചവിട്ടിപ്പോവും. അയാൾ അവിടെ കിടന്ന് ചതഞ്ഞ് മരിക്കും. പക്ഷേ ഏലിയ പറഞ്ഞ പോലെ 1 ഷെക്കലിന്
ഒരു നേരിയ മാവ് ജനങ്ങൾ കൊണ്ടുപോകും, വാരിക്കൊണ്ടുപോകും ഇസ്രായേൽക്കാർ. അതാ പറഞ്ഞത്, അത് നടക്കും. പക്ഷേ അത് കാണാൻ നീ ഉണ്ടാകത്തില്ല. ദൈവത്തിൻ്റെ വചനം വിശ്വസിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ആ ദൈവത്തിൻ്റെ വചനത്തിൽ നിന്നുണ്ടാകുന്ന അനുഗ്രഹങ്ങൾക്കും നമുക്ക് അവകാശമില്ല. അതുകൊണ്ട് സഹായം കർത്താവിലാണ്. ആരെയും ചാരാതിരിക്കാം, പ്രത്യേകം ശ്രദ്ധിക്കുക. പ്രൈസ് ദി ലോർഡ്. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ